തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളാണ് പത്രിക അവതരിപ്പിച്ചത്. തെരുവുനായ ശല്യത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കുമെന്നും സാംക്രമിക രോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് VD സതീശൻ വ്യക്തമാക്കി. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി, വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും. നമുക്കറിയാം, ഇന്ന് മയക്കുമരുന്നിന്റെ തടവറയിലാണ് കേരളം. അവിടെ നിന്ന് ഈ കേരളത്തെ, യുവത്വത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, അതിന് കായിക വികസനവും യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തു കൊടുക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി, തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ തെരുവ് വിളക്ക് സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും. പിന്നെയുള്ളൊരു നല്ല പദ്ധതി, വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റ്, എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങും. എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിതമായ വികസന ഫണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആശ്രയ 2 നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും. യുവജനങ്ങളെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. എല്ലാവർക്കും വീട് ഉറപ്പാക്കും. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പ്രദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ.